ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവ് നമ്മെ ഏവരെയും സ്നേഹിക്കുന്നു. ഇതൊരു നിത്യസത്യമാണ്. കർത്താവിന് നമ്മളോട് സ്നേഹമാണ്. ഇത് പലരും അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, എന്നെ കരുതാൻ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ, ഞാൻ ഏകാന്തത അനുഭവിക്കുന്ന ഒരാളല്ലേ, ഞാൻ ഏകനായിപ്പോയില്ലേ, ഏകയായിപ്പോയില്ലേ എന്നെല്ലാം ചിന്തിച്ച് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുന്ന അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വീട്ടിലെല്ലാവരുമുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഉള്ളിൽ ഒരു ഏകാന്ത ചിന്ത. എന്താണത്? ക്രിസ്തു ഇല്ലാത്തതുകൊണ്ടാണ്. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, യേശുവിനോടൊപ്പം അനേകർ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും നമുക്ക് കിട്ടുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരിലും ആ ഒരു സംഘത്തിൽ നാം ചേരുകയാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഏതാണ് സഭ? ഇന്ന് കാണുന്ന സോക്കോൾഡ് സഭകളല്ല. സഭ മണവാട്ടി സഭയാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടി. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരെല്ലാവരും കൂടി ചേരുന്ന വലിയൊരു സമൂഹം. ആ സമൂഹമാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ആരാണ് എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കുന്നത്? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മണവാട്ടി. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ചിന്തകളെല്ലാം നമ്മെ ഭരിക്കണം. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നൊരു അർത്ഥമുണ്ട്, അർത്ഥമില്ലായ്മയില്ല. നിങ്ങൾ അർത്ഥം കണ്ടെത്തണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, യൗവനക്കാരെ, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിന് മീനിങ് ഉണ്ടാകും. ചിലർ പറയും, വാട്ട്സ് ദ മീനിങ് ഓഫ് ലൈഫ്? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. പഠിക്കുന്നു, അവർ ചിന്തിക്കുന്നത് മനുഷ്യൻ ജനിക്കുന്നു, അവൻ വളരുന്നു, ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും എല്ലാം കഴിഞ്ഞ് വാർദ്ധക്യവും അങ്ങനെ കഴിഞ്ഞ് മരണത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ മരണം സംഭവിക്കുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നു, വാട്ട്സ് ദ മീനിങ് ഓഫ് ലൈഫ്? ഉണ്ട്, മീനിങ് ഉണ്ട്. ക്രിസ്തുവിലേക്ക് വന്നാൽ ജീവിതത്തിന് അർത്ഥം കിട്ടും. അത് ഏത് പ്രായപരിധിയിലുള്ളവരും യേശുവിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. ഞാൻ ജീവിക്കുന്നതിന് ലക്ഷ്യമുണ്ട്. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? എൻ്റെ യേശുവിന് വേണ്ടി, യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി, യേശുവിൻ്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. പോരാ, അനേകരെ ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. എന്തോ ഒരു വലിയ കാഴ്ചപ്പാടാണത്, എന്തോ ഒരു വലിയ ദൗത്യമാണത്. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാതലായത് തള്ളിക്കളഞ്ഞ് ഈ ലോകത്തിനും ലോകമോഹങ്ങൾക്കും വേണ്ടി നാം ജീവിച്ച് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, മറക്കല്ലേ. ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. 2-3 വാക്യങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, മൈ ബ്രദേഴ്സ്, എൻ്റെ സഹോദരന്മാരെ എന്ന് വിളിച്ചാണ് യാക്കോബ് ശ്ലീഹ അതിസംബോധന ചെയ്യുന്നു. അതെ, വിശ്വാസികൾ ഓരോരുത്തരും സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോരുത്തരും ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്, ബ്രദേഴ്സാണ്, സിസ്റ്റേഴ്സാണ്. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. ഇന്ന് അനേകർ ചിന്തിക്കുന്നു, എൻ്റെ സഭ അതാണ് ഏറ്റവും വലിയ സഭ, ഏറ്റവും നല്ല സഭ, ആ സഭ മാത്രമേ അങ്ങ് ദൈവരാജ്യത്തിൽ പോകുള്ളൂ എന്ന് പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഇടുങ്ങിയ ചിന്തയെന്നോ ദൈവം കൊടുക്കാത്ത ചിന്തയെന്നൊക്കെ അതിന് പറയാം. അതിനപ്പുറത്തേക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. അതൊന്നും ശരിയായ കാഴ്ചപ്പാടല്ല പ്രിയരെ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ലോകം എമ്പാടുമുള്ള ഓരോ ദൈവവേദലും ആ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വലിയൊരു സമൂഹത്തിലെ ഒരാളാണ്. അവർ സഹോദരീ സഹോദരങ്ങളാണ്. അവർ ഒന്നിച്ച് വസിക്കേണ്ടവരാണ്. എവിടെ? നിത്യതയിൽ. കർത്താവിന് സ്തോത്രം. അനേകായിരം ദൈവവേലക്കാരുണ്ട് ഈ ഭൂമിയിൽ, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന്.
അവർക്ക് പക്ഷേ ഓരോരുത്തർക്കും വിവിധ സഭകൾ കാണും, ഒരു ലേബിൾ കാണും, ഇല്ലേ? ഇന്ന സഭ, ഇന്ന സഭ. പക്ഷേ ആ സഭയുടെ ലേബലെല്ലാം മാറി ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ വേലക്കാരെന്നുള്ള ചിന്താഗതി വരണം. അതൊരു വിശാലതയാണ്. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, എല്ലാവരെയും കരുതാൻ പറ്റും. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ ഞങ്ങൾ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ആ പേരിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ഞങ്ങൾ മിക്കവാറും മൂവാറ്റുപുഴയുള്ള എല്ലാ സഭകൾക്കും വേണ്ടി, അവിടെയുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി, കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തിന് മൂവാറ്റുപുഴയെ തങ്ങി നിൽക്കുകയില്ല? ഞങ്ങളുടെ പ്രാർത്ഥന കേരള സംസ്ഥാനത്തിലേക്ക്, ഇന്ത്യ മഹാരാജ്യത്തിലേക്ക്, ലോകത്തിലെ എല്ലാ വൻകരകളിലുമുള്ള യേശുവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന എല്ലാ ദൈവമക്കളിലേക്ക് ആ പ്രാർത്ഥന നീളും. എന്തൊരു സുഖമാണ്! കർത്താവിന് സ്തോത്രം. ആരിലൂടെയെങ്കിലും ആത്മാക്കൾ രക്ഷപ്പെടട്ടെ, അത് ചിന്തിച്ചാൽ പോരെ? ഞങ്ങളുടെ സഭയിലൂടെ, എന്നിലൂടെ ആത്മാക്കൾ രക്ഷപ്പെടണം നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാം സഹോദരങ്ങളാണ്. യാക്കോബ് പറയുകയാണ്, ബ്രദേഴ്സ്, അതിസംബോധന ചെയ്യുകയാണ്, നിങ്ങൾ സഹോദരങ്ങളാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നെന്നറിഞ്ഞത് ശേഷം സന്തോഷം എന്ന് എണ്ണുകയും. സന്തോഷത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. സന്തോഷം, ജോയ്, ആനന്ദം, സ്തോത്രം, സന്തോഷം. ഇവിടെ പറയുകയാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, ജീവിതബന്ധാവിൽ ചില പരീക്ഷകൾ വരാം, വിവിധ പരീക്ഷകൾ വരാം. പക്ഷേ ഈ പരീക്ഷിക്കപ്പെടുമ്പോൾ, പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ചിലപ്പോൾ രോഗമായി പരീക്ഷകൾ വരാം, കടബാധ്യതയായ പരീക്ഷകൾ വരാം, ഒറ്റപ്പെടുത്തലുകളായ പരീക്ഷകൾ വരാം, ചില സാമ്പത്തിക ഞെരുക്കങ്ങളായിട്ട് വരാം. കർത്താവിന് സ്തോത്രം. സ്നേഹിച്ചവർ വെറുക്കുന്നതായ അനുഭവങ്ങൾ വരാം, എല്ലാവരും ചേർന്ന് നിന്നവർ ഒറ്റപ്പെടുത്തുന്നതിലെ അനുഭവങ്ങൾ വരാം. ഇങ്ങനെ 100 പരീക്ഷണങ്ങളിലൂടെ നാം അകപ്പെട്ടു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞത് ശേഷം സന്തോഷം എന്നെണ്ണുകയും. പ്രതിസന്ധികൾ വരുമ്പോഴും വിശ്വസിക്കണം. ഞാനൊരിക്കൽ ഞങ്ങളുടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ആലോചന തന്നു. അനേക ദൈവമക്കൾക്ക് ലഭിച്ചതായ ഒരു ആലോചന തന്നെ. എന്താണ്? ഒരു പ്രശ്നം വരുമ്പോൾ നാം തളരുകയല്ല വേണ്ടത്, അപ്പോൾ നമ്മുടെ വിശ്വാസം ഉണരണം. കർത്താവിന് സ്തോത്രം. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവമക്കളുടെ മുമ്പിൽ ചെങ്കടൽ വന്നു, ദൈവമക്കളുടെ മുമ്പിൽ യോർദാൻ വന്നു, ദൈവമക്കളുടെ മുമ്പിൽ എറിഹോക്കോട്ട വന്നു. ഇന്നുമുണ്ട് എറിഹോക്കോട്ടകൾ, അക്ഷരീയമായ എറിഹോക്കോട്ടയല്ല. ഇന്നുമുണ്ട് ചെങ്കടൽ. ഒരുപക്ഷെ ചെങ്കടലിൻ്റെ അരികിൽ നമ്മൾ പോയിട്ടില്ല, ചെങ്കടൽ നമ്മുടെ അരികിലേക്ക് വന്നിട്ടില്ല. ചെങ്കടൽ പോലെയുള്ള പ്രതിസന്ധികൾ, യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന പോലെ നമ്മളെ മുക്കുവാൻ ചില പ്രശ്നങ്ങൾ നമ്മെ ഒന്ന് ആഞ്ഞടിക്കാം. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? അയ്യോ, എനിക്ക് കടമുണ്ടല്ലോ, എനിക്ക് രോഗമുണ്ടല്ലോ, എനിക്ക് പ്രശ്നമുണ്ടല്ലോ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയല്ലോ, ഞാൻ എന്തിനു ജീവിക്കണം, എനിക്കൊരു കരയേറ്റമില്ലല്ലോ, ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയല്ല. വിശ്വാസം എന്താ? വിശ്വാസം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ മുമ്പിൽ വരുന്ന സകല പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാൻ എൻ്റെ കർത്താവിനെ സഹായിക്കുമെന്നുള്ള വിശ്വാസം. അതാ ക്രിസ്തുവിലുള്ള വിശ്വാസം. നിങ്ങൾ വിശ്വാസിയാണോ? പിന്നെ ഞങ്ങൾ വിശ്വാസിയാണ്. പ്രശ്നം വരുമ്പോഴോ അന്നേരം ഞങ്ങൾക്ക് ചില വിശ്വാസം വരും. അതല്ല പ്രിയരെ, ഞാൻ തകഞ്ഞിട്ടൊന്നുമല്ല പറയുന്നത്. പക്ഷേ നിങ്ങളെപ്പോലെ തന്നെയോ നിങ്ങൾ കൂടുതലായോ അനേക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഏതെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ കർത്താവ് കൃപയാൽ തന്നിരിക്കുന്ന ഒരു വിശ്വാസം, എൻ്റെ കർത്താവ് അറിയാതെയല്ല, എൻ്റെ യേശുവിനറിയാം. യേശു അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. എന്തു വന്നാലും യേശു അറിഞ്ഞിട്ടുണ്ട്, മതി. യേശു അറിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, യേശു അതിന് പരിഹാരം തരും. കർത്താവിന് സ്തോത്രം. അവൻ സർവശക്തനാണ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കർത്താവേ, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സർവജ്ഞാനിയാണ്, അവിടുന്ന് സർവ്വവ്യാപിയാണ്, അവിടുന്ന് സർവ്വസമ്പന്നനാണ്, അവിടുന്ന് സർവ്വസൈന്യാധിപനാണ്. ആ ദൈവം എൻ്റെ അപ്പനാണ്. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം?
പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളെ ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ വളയിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. എന്തുകൊണ്ട്? ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ, അത് മതി. അതിനപ്പുറത്തേക്ക് കർത്താവ് നിയന്ത്രിച്ചോട്ടെ. ഞാനൊരു സമ്പന്നനായിട്ടാണോ, ഞാൻ സമ്പന്നത ഇല്ലാത്തതാണോ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? കർത്താവിനറിയാം. മോനെ, നിൻ്റെ ആത്മാവിന് പറ്റിയ ഏറ്റവും നല്ല സാഹചര്യം ദൈവം തരും. അതോർത്ത് സ്തുതിച്ചോളണം. ഒരുപക്ഷെ നിന്നെ സമ്പന്നനാക്കിയാൽ നീ ദൈവത്തെ മറന്നു പോകും. ഒരുപക്ഷെ നീ അഹങ്കാരിയായിത്തീരും. ഒരുപക്ഷെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാം, അറിയില്ല. കർത്താവിന് സ്തോത്രം. ദൈവം ആവശ്യമുള്ളത് അപ്പോഴപ്പോൾ പ്രൊവൈഡ് ചെയ്യും. അത് മതി എന്ന് വയ്ക്കണം. അതാണ് യഥാർത്ഥ വിശ്വാസം. കർത്താവ് എന്ത് തരുന്നു? ഐ ആം സാറ്റിസ്ഫൈഡ് ലോർഡ് എന്ന് പറയണം. കർത്താവ്, അവിടുന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ വരുന്നത് എല്ലാം കർത്താവ് അറിയാതെയല്ല, അതിൽ ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ട് നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചോദിക്കേണ്ടതല്ല, ചോദിക്കണം, പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് പോലും പ്രാർത്ഥിച്ചു സൗഖ്യത്തിന് വേണ്ടി. 3 വട്ടം പ്രാർത്ഥിച്ചു. ശൂലം കൊണ്ട് കുത്തുന്ന പോലെ ശരീരത്തിൽ വേദന. അപ്പോസ്തലൻ്റെ നിഴലടിച്ചാൽ അനേക രോഗികൾ സൗഖ്യമാകും. പക്ഷെ അപ്പോസ്തലന് രോഗം. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്താ അപ്പോസ്തലൻ പറഞ്ഞത്? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിലൊരു ശൂലം. അപ്പോൾ നന്മയ്ക്കാണോ? പ്രതിസന്ധികൾ നന്മയ്ക്കാണോ? പരീക്ഷണങ്ങൾ നന്മയ്ക്കാണോ? അതെ. ഇന്നത്തെ ഞെരുക്കങ്ങൾ നന്മയ്ക്കാണോ? അതേ എന്ന് മോനെ നീ പറയണം. നിൻ്റെ ഹൃദയം പറയണം. നിൻ്റെ ഹൃദയം പറ്റതിന് വേണ്ടി വാഞ്ചിച്ചുകൊണ്ടിരിക്കരുത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ സാഹചര്യത്തിനായി നന്ദി. നിങ്ങൾ പറയൂ, 100 വട്ടം പറയൂ, കർത്താവേ, ഇന്നത്തെ സാഹചര്യത്തിനായി നന്ദി, ഇത്രയെ സഹായിച്ചതിന് നന്ദി. ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. ലഭിച്ചതിന് നന്ദി പറയുമ്പോഴാണ് ലഭിക്കാൻ പോകുന്ന നന്മയുടെ വാതിൽ തുറക്കുന്നത്. ഇതൊരു സത്യമാണ്, ഇതൊരു മർമ്മമാണ്. ലഭിച്ച നന്മ എല്ലാവരും, അനേകായിരങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അവരുടെ ജീവിതത്തിൽ. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് മിണ്ടിയിട്ടുണ്ട്. പലരും ഏതെങ്കിലുമൊക്കെ അൺസാറ്റിസ്ഫൈഡാണ്. ഞാനെല്ലാം തികഞ്ഞിട്ടല്ല പ്രിയരെ, പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡാണ് പലതിലും. എൻ്റെ ആത്മീയ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ കർത്താവേ ഉണ്ടല്ലോ, ചില ദിവസങ്ങളിൽ വീട്ടിൽ അത്യാവശ്യം കഞ്ഞി കുടിക്കാൻ മാർഗമുണ്ട്. പക്ഷേ ഒരല്പം കഞ്ഞിയും ഒരു പേരിനൊരു കറിയുമാണെങ്കിലും ഞാൻ സന്തോഷവാനാണ്, സാറ്റിസ്ഫൈഡാണ്. എല്ലാം ഇല്ലല്ലോ, നിറവായിട്ടില്ലല്ലോ, 10 കറിയില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ഉണ്ടല്ലോ, അല്പം കഞ്ഞി കുടിക്കാനുണ്ടല്ലോ, സ്തോത്രം. മോനെ, വാടക കൊടുക്കാൻ പൈസ ഉണ്ടല്ലോ, സ്തോത്രം. വീടില്ലല്ലോ എന്ന് നിരാശപ്പെടരുത്. കർത്താവിന് സ്തോത്രം. ഒരു ബൈക്കുണ്ടല്ലോ, അയ്യോ കാറില്ലല്ലോ, കർത്താവേ കാറില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ജീവിക്കണേ, അങ്ങനെ ചിന്തിക്കരുത്. കർത്താവേ കാറുണ്ടല്ലോ, ഈ ഒരു ബൈക്ക് തന്നല്ലോ, സ്തോത്രം. ഒരു സ്കൂട്ടർ തന്നല്ലോ, സ്തോത്രം. കഞ്ഞി കുടിക്കാൻ മാർഗം തന്നല്ലോ, സ്തോത്രം. ഇങ്ങനെ സ്തുതിച്ചോ, ഈ സ്തുതി നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കും. കർത്താവിന് സ്തോത്രം. ഉള്ളതിൽ ദൈവത്തെ സ്തുതിക്കുക, പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ. ഓ ഹല്ലേലൂയ. ഇവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു അറിഞ്ഞത് ശേഷം സന്തോഷം എന്നുണ്ടെങ്കിൽ സന്തോഷിക്കണം സമയത്ത്. ഇത് പറയാൻ എളുപ്പമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ അതത്ര എളുപ്പമല്ല. പക്ഷേ അത് വന്നാൽ ജീവിതത്തിൽ വിജയമാണ്. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവരും സന്തോഷമുള്ളവരായി, സാറ്റിസ്ഫൈഡായി, ഹല്ലേലൂയ, ഉള്ള സാഹചര്യത്തിൽ, ഉള്ള ഭാര്യയിൽ, ഉള്ള ഭർത്താവിൽ, ഉള്ള മാതാപിതാക്കളിൽ, ഉള്ള മക്കളിൽ, ഉള്ള വീട്ടിൽ, ഉള്ള വിദ്യാഭ്യാസത്തിൽ. അതുകൊണ്ട് പോസിറ്റീവ് ആകണമെന്നല്ല, ഉന്നതമായി ചിന്തിക്കണം. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ്, ബട്ട് യു ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇൻ യുവർ എക്സിസ്റ്റിംഗ് ലെവൽ. കർത്താവിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മൾ വളർത്തും, ഉയർത്തും, അനുഗ്രഹിക്കും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. ദൈവം നിങ്ങളെ